ഡാറ്റ ചോർച്ചയിൽ പുതിയ രേഖകൾ പുറത്തുവിട്ട് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. അതീവ രഹസ്യ സ്വഭാവമുള്ള വ്യക്തിഗത വിവരങ്ങൾ ചോർത്തിയെടുത്ത് അത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന അതിവിചിത്രമായ സാഹചര്യമാണ് കേരളത്തിൽ കാണുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട രണ്ട് രേഖകളാണ് ഞാൻ ഡാറ്റ പ്രൈവസിയുടെ ലംഘനവുമായി ബന്ധപ്പെട്ട് പുറത്തുവിടാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഒരു കാലത്തും ഉണ്ടാകാത്ത നിലയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി പ്രവർത്തിക്കുന്ന ശ്രീറാം സാംബശിവ റാവു അതിഗുരുതരമായ ഡാറ്റ പ്രൊട്ടക്ഷൻ ലംഘനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു കത്ത് ഞാൻ പുറത്തുവിട്ടിരുന്നു. ഇന്ന് രണ്ട് കത്തുകൾ ഒരു കത്തും ഒരു ഗവൺമെൻറ് ഓർഡറുമാണ് ഞാൻ പുറത്തുവിടാൻ ആഗ്രഹിക്കുന്നത്. അതീവ രഹസ്യ സ്വഭാവമുള്ള വ്യക്തിഗത വിവരങ്ങൾ ചോർത്തിയെടുത്ത് അത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന അതിവിചിത്രമായ സാഹചര്യമാണ് കേരളത്തിൽ ഇന്ന് കാണാൻ കഴിയുന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിരവധി ഉത്തരവുകൾ നിലനിൽക്കെയാണ് ഈ നടപടി കേരളത്തിലെ ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും ചേർന്ന് തൻ്റെ OSD ആയ ശ്രീറാം സാംബശിവ റാവുവിനെ കൊണ്ട് ചെയ്യിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ആദ്യമായി ഉന്നയിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും വ്യക്തിഗത വിവരങ്ങൾ ചോർത്തി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച കാര്യമാണ് കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ സാംബശിവറാവുവിൻ്റെ കത്ത് മുഖേന ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇന്ന് അതിനേക്കാൾ ഗൗരവമുള്ളൊരു കാര്യമാണ് പറയാനുള്ളത്. സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ പേര് ചേർത്തിട്ടുള്ള മുഴുവൻ സ്ത്രീകളുടെയും വ്യക്തിഗത വിവരങ്ങൾ സർക്കാർ ചോർത്തിയെടുക്കുകയാണ്. സർക്കാർ ജീവനക്കാരുടെ കാര്യം മാത്രമല്ല, ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ വ്യക്തിഗത വിവരങ്ങൾ ഇതുവഴി സർക്കാരിൻ്റെ കൈകളിൽ, മുഖ്യമന്ത്രിയുടെ കൈകളിൽ എത്തിച്ചേരുകയാണ്. ഇന്ന് കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ കയ്യിൽ എത്തിച്ചേരുക എന്നതിൻ്റെ അർത്ഥം CPMൻ്റെ കൈകളിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. ഗവൺമെൻറ്റും പാർട്ടിയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ്. ഈ പദ്ധതിയിൽ, സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ 35 വയസ്സ് കഴിഞ്ഞ മുഴുവൻ സ്ത്രീകളും, ലക്ഷക്കണക്കിന് സ്ത്രീകൾ അതിലുണ്ട്. അവരുടെ വ്യക്തിഗത വിവരങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന IT സെക്രട്ടറി കൂടിയായ OSD ശ്രീ സാംബശിവ റാവു ചോർത്തിയെടുത്തത്. ഇതിൻ്റെ തെളിവായി ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന OSD 7/2/2026 പുറപ്പെടുവിച്ച ഒരു കത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. 070226 OSD/01 എന്ന നമ്പറിൽ അദ്ദേഹം എഴുതിയ മറ്റൊരു കത്ത് ഞാൻ ഇന്ന് പുറത്തുവിടുകയാണ്. ഇതോടുകൂടി കേരളത്തിലെ സാധാരണ പാവപ്പെട്ട സ്ത്രീകൾ അടക്കമുള്ളവരുടെ വ്യക്തിഗത വിവരങ്ങൾ ചോർത്തി യാതൊരു മുൻകരുതലുമില്ലാതെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യാതൊരു മുൻകരുതലുകളുമില്ലാതെ സ്വകാര്യ ഏജൻസിക്ക് കൈമാറി തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന നഗ്നമായ ഡാറ്റ ലംഘനം, ഡാറ്റ മോഷണം ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ തെളിവായിട്ടാണ് ഞാൻ ഈ കത്ത് ഇവിടെ പുറത്തുവിടുന്നത്. അതോടൊപ്പം തന്നെ ഇതൊരു സ്വകാര്യ ഏജൻസി, കാരണം ഇത്രയും വലിയ ബൾക്ക് മെസ്സേജ് അയക്കാൻ ഗവൺമെൻറ്റിനോ IT ഡിപ്പാർട്ട്മെൻറ്റിനോ ഇന്ന് കഴിയില്ല. ഇത് മെറ്റയ്ക്ക് കൊടുക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്വകാര്യ ഏജൻസി ആകണം എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം.
ആ സ്വകാര്യ ബോംബെ കേന്ദ്രമായിട്ടുള്ള ഒരു സ്വകാര്യ ഏജൻസിയെ ഇത് ഏൽപ്പിച്ചു എന്നാണ് ഇപ്പോൾ പത്രമാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിയുന്നത്. 8 ലക്ഷത്തോളം സംസ്ഥാന ജീവനക്കാർ, 72 ലക്ഷം ക്ഷേമ പെൻഷൻകാർ, 3 ലക്ഷം ചെറുകിട സംരംഭകർ, സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ പേര് ചേർത്തവർ തുടങ്ങി 1 കോടിയിലധികം ആളുകളുടെ വ്യക്തിഗത വിവരങ്ങളാണ് ഇവർ ചോർത്തിയെടുത്തിട്ടുള്ളത്. വ്യക്തിയുടെ ഫോൺ നമ്പർ, പേര്, പ്രായം, ലിംഗം, ജില്ല, താലൂക്ക്, വാർഡ് എന്നിവ അടങ്ങുന്ന എല്ലാ വിവരങ്ങളും ലക്ഷക്കണക്കിന് രൂപയുടെ വാണിജ്യ മൂല്യമുള്ള ഗവൺമെന്റ് വേരിഫൈഡ് വ്യക്തിഗത വിവരങ്ങൾ സ്വകാര്യ കമ്പനിക്ക് കൈമാറാൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ചെയ്തത് ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റമാണ്. ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരധികാരവുമില്ല. ഇത് വാസ്തവത്തിൽ അദ്ദേഹത്തിന് അധികാരത്തിൽ തുടരാൻ അവകാശമില്ല. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാനുള്ള അവകാശമില്ലാത്ത കാര്യമാണ്. ഇതേ സംബന്ധിച്ചൊരു സമഗ്രമായ അന്വേഷണം കൂടി അനിവാര്യമാണ്. ഈ വ്യക്തിഗത വിവരങ്ങൾ പുറത്തു പോകുമ്പോൾ സൈബർ തട്ടിപ്പുകൾ അടക്കമുള്ള വൻ കുറ്റങ്ങൾ അരങ്ങേറാനുള്ള അവസരം സർക്കാർ തന്നെ ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുരുതരമായ ഒരു പ്രശ്നം. സൈബർ തട്ടിപ്പുകാരുടെ കൈകളിൽ കേരളത്തിലെ 35 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളുടെ വ്യക്തിഗത വിവരങ്ങൾ ലഭിച്ചാൽ എന്തെല്ലാം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു സമയമാണ്. ഇത് കേവലം ഒരു ഡേറ്റ തട്ടിപ്പ് മാത്രമല്ല, നിരവധിയായ ഗുരുതരമായ സാമൂഹ്യ പ്രശ്നങ്ങൾ കൂടി ഇതിൽ അന്തർഭവിച്ചിരിക്കുന്നു എന്ന് വളരെ വ്യക്തമാണ്.